ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഈ ഓഗസ്റ്റ് മാസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഈ ഓഗസ്റ്റ് മാസത്തിൽ കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതിന്, നിങ്ങൾ തൊടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നതിന്, നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും കർത്താവ് വൻ വിജയം നൽകി ഈ മാസം അത്ഭുതങ്ങളുടെ മാസമാക്കാൻ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും മാസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പ്രാർത്ഥന അവസാനം വരെ കേൾക്കുക. തീർച്ചയായും കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന മാസമാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും തീർച്ചയായും കർത്താവ് ഇടപെട്ടിരിക്കും. വിശ്വാസത്തോടെ ഈ മാസത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. കർത്താവിൻ്റെ കൃപാ കടാക്ഷങ്ങൾക്ക് വേണ്ടി ഈ മാസം എല്ലാം സന്തോഷത്തിൽ അവസാനിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നു എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ മാസം അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ മാസത്തിൽ വരെ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തന്ന് ഈ 2025 നീ ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ ഓഗസ്റ്റ് മാസത്തിലെ ഓരോ നിയോഗവും ഈ സമയം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് ആവശ്യമായ സമ്പത്ത് നൽകി, പണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അടച്ചു തീർക്കാനുള്ള ലോണുകൾ, കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ എല്ലാം ഈ മാസം തീർക്കുന്നതിന് വേണ്ടി ദൈവമേ, മുൻകൂട്ടി നീ ഞങ്ങളുടെ ഭണ്ഡാരം നിറയ്ക്കണമേ. ഞങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാക്കി അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മാർഗത്തിൽ നടക്കുന്ന ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ പരിഹാസ വാക്കുകൾ ഞങ്ങൾക്ക് ഈ മാസം ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റണമേ. ആര് ഞങ്ങൾക്ക് തിന്മ ചെയ്തോ അത് ഞങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഈ മാസം ശത്രു ഞങ്ങൾക്കെതിരെ ചതിയിൽപ്പെടുത്താൻ കരുതിയ വലയിലും കെണിയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ സംരക്ഷിച്ച് അവർക്കു വേണ്ടി കരുതി വെച്ച നന്മകൾ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ആരുടെയും ദുർമന്ത്രവാദം, കൂടോത്രം, മറ്റ് തിന്മയുടെ ഫലം ഞങ്ങൾക്ക് നേരെ വരാതിരിക്കാൻ നീ ഞങ്ങൾക്ക് ചുറ്റും കോട്ടയായിരിക്കണമേ. ഈ മാസത്തിൽ ഞങ്ങളുടെ ആരോഗ്യത്തെ നീ വീണ്ടെടുക്കണമേ. ശരീരസുഖം, മനസ്സുഖം നൽകി ഞങ്ങളുടെ ആരോഗ്യത്തെ നീ മെച്ചപ്പെടുത്തണമേ. കുടുംബത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ഈ പ്രാർത്ഥന അഭിഷേകം ചെയ്യണമേ. ഈ പ്രാർത്ഥനയെ അതിനൊരു കാരണമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ വിവാഹങ്ങൾ തടസ്സം കൂടാതെ ഭംഗിയായി നടക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ ജീവിത പങ്കാളിയെ കിട്ടാൻ, അനുയോജ്യരായ ജീവിത പങ്കാളിയെ കിട്ടാൻ, തടസ്സം കൂടാതെ വിവാഹം നടക്കാൻ, അഭിഷേകത്തോടെയുള്ള ദാമ്പത്യ ജീവിതം തുടങ്ങാൻ
ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും നിന്റെ ഈ ദാനങ്ങൾ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് അനുയോജ്യമായ നല്ലൊരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി ഈ ഓഗസ്റ്റ് മാസത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ ജോലിക്കായി പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ മക്കൾക്ക് നേരെ അനുഭാവമുള്ളവരായി അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നതിന് അനുഗ്രഹിക്കണമേ. കർത്താവേ, പൂർവികരുടെയും മറ്റുള്ളവരുടെയും ശാപവാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ശാപമോക്ഷം കിട്ടാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മാസം വരാവുന്ന പ്രശ്നങ്ങളെല്ലാം, ദുഃഖം, വേദന എല്ലാം പരിഹരിക്കാൻ മുൻകൂട്ടി നിന്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, സാമ്പത്തിക ദുരവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താൻ കൂടുതൽ അധ്വാനിച്ച് അവിടുന്ന് നൽകിയ ഓരോ കഴിവും അവസരവും പണമാക്കി മാറ്റാൻ ഉയർന്ന ബുദ്ധിയും യുക്തിയും വിവേകവും ജ്ഞാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുയോജ്യമായ അംഗീകാരവും ഞങ്ങളുടെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ സൽപ്പേരും ഞങ്ങൾക്ക് നിന്നിൽ നിന്നും, അധികാരികളിൽ നിന്നും, പ്രിയപ്പെട്ടവരിൽ നിന്നും, കുടുംബാംഗങ്ങളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും ഒരു കുറവും കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ തടസ്സങ്ങൾ മാറ്റി നന്മയുടെ ഒഴുക്കിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ഞങ്ങളെ ഉയർത്തണമേ. എല്ലാ പണബാധ്യതകളെയും കർത്താവേ നീ ഇടപെട്ട് ശരിയായ മാർഗത്തിൽ ഞങ്ങളുടെ വരുമാനത്തെ നിയന്ത്രിക്കണമേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ വരുമാനം അനുസരിച്ച് ചെലവ് ചെയ്യുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കുടുംബത്തിൽ അനാവശ്യമായ ചെലവുകൾ മാറ്റി ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുന്നതിന്, അത് ഉപയോഗിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്നരുളി ചെയ്ത നാഥ, ഞങ്ങൾ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളുടെ മദ്യപാനവും ദേഹോപദ്രവവും കാരണം വേദനിക്കുന്ന ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, ഇവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, അശ്ലീലങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, ഞങ്ങളുടെ മക്കളെ നീ മോചിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും നീ അഴിക്കണമേ. ഈ മാസം നിന്റെ നിറവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ. ദൈവമേ, നിന്റെ സത്യത്തിന് നേരെ ചെവിയടയ്ക്കാതെ സത്യത്തിന് നേരെ ഹൃദയം തുറക്കുന്ന മനോഭാവം നൽകി ഈ ഓഗസ്റ്റ് മാസത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ജീവിക്കുന്നതിന് ഈ മാസം ആന്തരികമായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമേ, ആരും ഞങ്ങളെ സഹായിക്കാനില്ലാത്തപ്പോൾ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ഞങ്ങളെ നീ കനിവോടെ കാത്തുകൊള്ളണമേ. കഷ്ടതയിൽ താങ്ങായി നീ ഞങ്ങളുടെ പക്ഷം ചേരണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അഭിവൃദ്ധിയും ഐശ്വര്യവും വിജയവും സന്തോഷവും സമാധാനവും പുതിയ അവസരങ്ങളും നൽകി ഈ ഓഗസ്റ്റ് മാസത്തിൽ സന്തോഷത്തിൻ്റെ മാസമാക്കി മാറ്റണമേ. ഈ മാസം ഞങ്ങൾ ചെയ്തു തീർക്കാനുള്ള എല്ലാ ജോലികളും മുൻകൂട്ടി ചെയ്തു തീർക്കുന്നതിനും ഈ മാസത്തെ ഞങ്ങളുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും എല്ലാവിധ സംരക്ഷണത്തിനും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ജീവിത പങ്കാളിയും മാതാപിതാക്കളും ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നതിന്, കൂടുതൽ ജോലി ചെയ്യുന്നതിന്, കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തി അത് ഉപയോഗപ്രദമാക്കുന്നതിന് ഈ മാസം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, വീടും സ്ഥലവും വിൽക്കാനുള്ളവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. വീടും സ്ഥലവും വാങ്ങാനുള്ളവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറിപ്പോയി നഷ്ടം കൂടാതെ കാര്യങ്ങൾ നീ ക്രമീകരിച്ചു തരണമേ.
കർത്താവേ, നിന്നെ സ്നേഹിക്കുന്നവർക്ക്, നിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് അവിടുന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ കാണണമേ. നീ ഇന്നുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ പാകപ്പിഴവുകളെ ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി മാറ്റി തീർക്കണമേ. ഒപ്പം ഈ മാസം നിഷ്കളങ്കമായ ഹൃദയത്തോടെ വ്യാപരിക്കുന്നതിന് മനസ്താപം തരണമേ, അനുതാപം തരണമേ. കർത്താവേ, നിന്റെ മാർഗത്തിൽ തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിന്, സത്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് സത്യത്തിനു വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിലും ഉപരി നിന്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഈ മാസം മുഴുവനും തിരിച്ചറിഞ്ഞ് അതനുഭവിക്കുന്നതിനും അതിന് സന്തോഷിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ, ഈ ഓഗസ്റ്റ് മാസത്തിലെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ. കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കി മാറ്റണമേ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്നും, വാഹന അപകടങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ, കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മാസം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. നീ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജോലികളെ ചെയ്തു തീർത്ത് നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിന് ഈ ഓഗസ്റ്റ് മാസത്തെ നീ അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ, അത്ഭുതങ്ങളുടെ മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഓഗസ്റ്റ് മാസത്തിലെ ഓരോ നിയോഗവും സാധിച്ചു തന്ന് ഇത് അത്ഭുതങ്ങളുടെ മാസമാക്കി വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാസമാക്കി മാറ്റട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് ഈ പ്രാർത്ഥനയിൽ കൂടി ഈ മാസം മുഴുവനും നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈ മാസത്തെ എല്ലാ നിയോഗങ്ങളും സാധിക്കാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.